3 ദിവസങ്ങളായി നടന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. പോയിന്റ് നിലയിൽ LP വിഭാഗത്തിൽ അടിമാലി ശ്രീ വിവേകാനന്ദ സ്കൂളും എല്ലക്കൽ സെന്റ് ആന്റണി സ്കൂളും ഒന്നാമതെത്തി. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കുമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂൾ പോയിന്റ് നിലയിൽ ഒന്നാമതെത്തി. 79 സ്കൂളുകൾ അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി. അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രധാന വേദിയായിട്ടായിരുന്നു ഇത്തവണ അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം ക്രമീകരിച്ചിരുന്നത്. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കലോത്സവം സമാപിച്ചു. രാത്രി വൈകിയായിരുന്നു മത്സരങ്ങൾ അവസാനിച്ചത്. 3 ദിവസങ്ങളിലായി 79 സ്കൂളുകളിൽ നിന്നുള്ള 3500ഓളം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കുറ്റമറ്റ രീതിയിൽ കലോത്സവം പൂർത്തീകരിക്കാൻ സംഘാടക സമിതിക്കായി. പോയിന്റ് നിലയിൽ LP വിഭാഗത്തിൽ അടിമാലി ശ്രീ വിവേകാനന്ദ സ്കൂളും എല്ലക്കൽ സെന്റ് ആന്റണി സ്കൂളും ഒന്നാമതെത്തി. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ കൂമൻപാറ ഫാത്തിമ മാതാ സ്കൂൾ പോയിന്റ് നിലയിൽ ഒന്നാമതെത്തി. LP വിഭാഗത്തിൽ കൂമൻപാറ സ്കൂളിനാണ് 2ാം സ്ഥാനം. UP വിഭാഗത്തിൽ പാറത്തോട് സെന്റ് ജോർജ് സ്കൂൾ 2ാമതെത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ മാങ്കടവ് കാർമൽ മാതാ സ്കൂൾ 2ാമതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അടിമാലി SNDP സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. നവരസ 2K24 എന്ന പേരിലാണ് ഇത്തവണ അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത്. മത്സരങ്ങൾ കാണാനും കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാനുമായി മികച്ച ജനപങ്കാളിത്തവും ഇത്തവണത്തെ അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.